ഹായ് വ്യൂവേഴ്സ്, ഞാൻ ഡോക്ടർ സ്നേഹ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 9ാമത്തെ ആഴ്ച ഗർഭകാലത്തിൻ്റെ 9ാമത്തെ ആഴ്ച വരെയുള്ള കാര്യങ്ങൾ, അതായത് കുഞ്ഞിൻ്റെ വളർച്ച, ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നതിനെ പറ്റി പറഞ്ഞു. അപ്പോൾ അതുവരെയുള്ള വീഡിയോസ് കാണാത്ത ആൾക്കാർ പോയി കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 10ാമത്തെ ആഴ്ച എന്തൊക്കെയാണ് കുഞ്ഞിൻ്റെ വളർച്ച, ഗർഭിണികൾ എന്തൊക്കെ ശ്രദ്ധിക്കണം 10ാമത്തെ ആഴ്ചയിൽ എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ട്രൈമസ്റ്റർ ആകുമ്പോൾ നമ്മൾ ഗർഭകാലത്തിന് 3 ട്രൈമസ്റ്ററായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ. അതിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിൻ്റെ അവസാനം ആണ് 10th വീക്ക് വരുന്നത്. അതായത് 10ാമത്തെ ആഴ്ച 3ാമത്തെ മാസത്തിലാണ് വരുന്നത്. അപ്പോൾ ഇതുവരെ ചില രാവിലെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഓക്കാനം, ഛർദി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പലർക്കും കഠിനമായിട്ടുണ്ടാവാറുണ്ട്. എന്നാൽ മറ്റു ചിലർക്ക് അത്രയും കഠിനമായിട്ട് ഉണ്ടാവത്തുമില്ല. എന്നാൽ വേറെ ചിലർക്ക് ഒട്ടും സിംറ്റംസ് കാണത്തുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക്, ചില ആൾക്കാർക്ക് അതുവരെ കഠിനമായിട്ട് നിന്നിരുന്ന ഓക്കാനം, ഛർദി, വേദനയൊക്കെ ഈ 3ാമത്തെ മാസത്തിലോട്ട് കിടക്കുക, അതായത് 10th വീക്കൊക്കെ ആകുമ്പോൾ തന്നെ ഏകദേശം കുറഞ്ഞു തുടങ്ങും. ചിലപ്പോൾ ചില ലക്ഷണങ്ങൾ അതുവരെ ലക്ഷണങ്ങളില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ചില ലക്ഷണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഓക്കാന, ഛർദി പോലുള്ള ഉണ്ടാവുകയും ചെയ്യും. എന്നാലും കഠിനമായിട്ട് ആദ്യം മുതലേ ഛർദി, ഓക്കാന ഉള്ളവർക്ക് കുറച്ചൊരു ആശ്വാസമായിട്ട് ഇത് കുറഞ്ഞു തുടങ്ങും. അതാണ് 10ാമത്തെ ആഴ്ചയിൽ പറയേണ്ടത്. ഇനി പറയുന്നത് കുഞ്ഞിൻ്റെ വളർച്ചയെ പറ്റിയാണ്. അതായത് കുഞ്ഞിൻ്റെ തല വൃത്താകൃതിയിൽ ആയിരിക്കും. കണ്ണുകൾ, കൈവിരലുകൾ, കാൽവിരലുകൾ എന്നിങ്ങനെ കുഞ്ഞ് ഒരു മനുഷ്യരൂപത്തിൽ എത്തിയതായിട്ട് തന്നെ പറയാം നമുക്ക് ഈ ടൈമിൽ. അതായത് പിന്നീടുള്ളത് ആന്തരിക അവയവങ്ങൾ കറക്റ്റ് സ്ഥലത്ത് തന്നെ നിലയുറപ്പിക്കും. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ഈ സമയത്തുള്ള വെയിറ്റ് എന്ന് പറയുന്നത്, വലുപ്പം എന്ന് പറയുന്നത് 1 ഇഞ്ചാണ്. 1 ഇഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനിയുള്ള ആഴ്ചകൾ ആണ് പിന്നീട് വയറ് വയ്ക്കുന്നത്. ഇനിയുള്ള ആഴ്ചകൾ, കാരണം ഇതുവരെ വയറ് വയ്ക്കുന്നത് നമുക്ക് ശ്രദ്ധയിൽപ്പെടാറില്ല. അപ്പോൾ ഇനി തൊട്ടാണ്, അതായത് 10ാമത്തെ ആഴ്ച കഴിയുന്തോറും വയറിങ്ങനെ വലുപ്പം ഉണ്ടാവാൻ തുടങ്ങും. ഇനിയുള്ള ആഴ്ചകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് കുഞ്ഞിൻ്റെ വളർച്ചയാണ് മെയിനായിട്ട് ഇനി നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ കണ്ണുകൾ, കൺപോളകൾ, ചെവികളൊക്കെ വികസിച്ചു കൊണ്ടിരിക്കും. ഇനി ഗർഭിണികളിൽ ഉണ്ടാകുന്ന മാറ്റം, അതായത് 10ാമത്തെ ആഴ്ചയിൽ ഗർഭിണികളിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായ, അതായത് കഠിനമായിട്ടുള്ള ഓക്കാനം, ഛർദിയൊക്കെ, രാവിലെയുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കുറച്ച് ഒരു ആശ്വാസം വന്നു തുടങ്ങും. ചിലർക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് മാറും. 10th വീക്ക് കംപ്ലീറ്റ് ആവുന്നതോടെ ചിലർക്ക് മാറും. 3ാം മാസം കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും അങ്ങനെ മാറും. ചിലർക്ക് അതിനൊരു ആശ്വാസം ഉണ്ടാവും. ഈ സമയത്ത് കഠിനമായിട്ടുള്ള വേദനയോ അല്ലെങ്കിൽ പനിയോ ജലദോഷമോ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നാൽ ഡോക്ടറിനെ കാണാതിരിക്കരുത്. അത് വീട്ടിലുള്ള മെഡിസിൻസ് തന്നെ കഴിക്കുക, അതും ചെയ്യാൻ പാടില്ല. അതായത് ഇനി ഗർഭകാലത്ത് നിങ്ങൾ കാണുന്ന ഡോക്ടറിൻ്റെ നിർദ്ദേശം അല്ലാതെ വേറെ ഒരു മെഡിസിനും സ്വന്തമായിട്ട് കഴിക്കരുത്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ കാണുക. പിന്നീടുള്ളത്, ഈ സമയത്ത് ഗർഭിണികളിൽ ഭാരം വർദ്ധിക്കാൻ തുടങ്ങും. കാരണം കുഞ്ഞിൻ്റെ വളർച്ചയും കൂടെ ഉണ്ടല്ലോ. അതുമല്ല, നിങ്ങളിപ്പം അതികഠിനമായിട്ടുള്ള ഛർദി, ഓക്കാനൊക്കെ അതിൽ നിന്നും ഒരു റിലീഫ് വന്നു തുടങ്ങുമ്പോൾ ഫുഡും ഒക്കെ നന്നായിട്ട് കഴിക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാരം വർദ്ധിക്കാനും തുടങ്ങും. നല്ല ക്ഷീണം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് നല്ല ഉറക്കം ലഭിക്കാനും ശ്രദ്ധിക്കുക. നന്നായിട്ട് ഉറങ്ങുക. പിന്നെ ഈ സമയത്ത് ചിലർക്ക് മൈഗ്രെയിൻ്റെ ഒക്കെ പ്രോബ്ലം ഉള്ളവർക്ക് നല്ലതായിട്ടുള്ള തലവേദന അനുഭവപ്പെടും. അതുപോലെ തന്നെ ചിലർക്ക് മൈഗ്രെയിൻ ഇല്ലാത്ത ആൾക്കാർക്കും തലവേദന, തലക്കറക്കം പോലെയുള്ള ഉണ്ടാവും. അതുപോലെ തന്നെ അങ്ങനെ ഉള്ള ബുദ്ധിമുട്ട് സഹിക്കാൻ പറ്റാത്തതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ കാണുക. പിന്നെ അറിയാവുന്നതാണ്, ഹോർമോണിൻ്റെ മാറ്റങ്ങൾ കൊണ്ട് മൂഡ് സ്വിങ്സ് ഒക്കെ ഈ ടൈമിലുണ്ടാവും. അപ്പോൾ അങ്ങനെ അതിൽ നിന്നൊന്നും രക്ഷ, അതായത് പെട്ടെന്ന് വിഷമവും പെട്ടെന്ന് സെൻസിറ്റീവ് ആകും, പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുന്ന ഒരു ടൈം കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലോട്ട് മുഴുകുക. അതായത് മ്യൂസിക് കേൾക്കുക, എന്തെങ്കിലും കോമഡി പ്രോഗ്രാംസ് കാണുക, ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാൾ, അച്ഛനോ അമ്മയൊക്കെ ചിലപ്പം കൂടെ വേണം എന്നൊക്കെ ഉള്ളത് തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ അവരോടൊപ്പം സ്പെൻഡ് ചെയ്യുക, നന്നായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. ഇതൊക്കെ നമുക്ക് അതിൽ നിന്ന് നമ്മൾ ആ മൂഡ് സ്വിങ്സിനെ ഡൈവേർട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. പിന്നീടുള്ളത്, എപ്പോഴും പറയുന്നതാണ്, ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കാതെ ഇരിക്കരുത്. കാരണം വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ പോലെ വരും. അതുപോലെ തന്നെ കുഞ്ഞിന് ആവശ്യമാണ്, വെള്ളം ആവശ്യമാണ്. അത് നിങ്ങൾ കുടിക്കുന്ന വഴിയാണ് കിട്ടുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക.
പിന്നീടുള്ളത് യോനിയിൽ നിന്ന് വരുന്ന ഡിസ്ചാർജാണ്. അതായത് സാധാരണ ഡിസ്ചാർജ് എന്ന് പറയുന്നത് വെള്ള നിറവും ഒരു സ്മെല്ലൊന്നും ഇല്ലാത്തതായിരിക്കും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. മഞ്ഞ നിറമോ അല്ലെങ്കിൽ ദുർഗന്ധമോ സ്പോട്ടിങ്ങോ രക്തസ്രാവം ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ കാണുക. ചിലപ്പോൾ ഫംഗലോ ബാക്ടീരിയലൊക്കെ ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് 10th വീക്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അടുത്തത് 11th വീക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ കുട്ടിയുടെ വളർച്ച എന്നതിനെ പറ്റി പറയുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക്